നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് സബ് ഇൻസ്പെക്ടർ പരീക്ഷയുമായിട്ടുള്ള SI പരീക്ഷ എന്ന് നമ്മൾ പറയും. ആ സബ് ഇൻസ്പെക്ടർ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കാണ്. സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ബേസിക്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജി എന്ന് പറയുന്നതാണ്. അതായത് ഹ്യൂമൻ സൈക്കോളജി, അതായത് മനുഷ്യ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. അപ്പോൾ സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 45 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്. ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ 45 മാർക്കിൽ ഒരു 30 മാർക്ക് എങ്കിലും ഈസി ആയിട്ട് നേടുവാനായിട്ട് നല്ല രീതിയിൽ പഠനം നടത്തുന്ന ഒരാൾക്ക് സാധിക്കും. പിന്നെ ബാക്കിയുള്ള ജനറൽ പേപ്പറിൽ ഒരു മറ്റൊരു 30 മാർക്ക് കൂടി സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 60 മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ മികച്ച ഒരു മാർക്കും അതുവഴി ജോലി ഉറപ്പിക്കാവുന്ന ഒരു റാങ്കും ലഭിക്കാവുന്നതാണ്. അപ്പോൾ വളരെ കൃത്യമായ രീതിയിലുള്ളൊരു പഠനം നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കൊക്കെ ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് ധൈര്യമായിട്ട് തയ്യാറെടുക്കാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും 2 കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്. ഒന്ന് ജനറൽ രീതിയിൽ പരീക്ഷ എഴുതിയിട്ടുള്ള ആളുകളുണ്ട്, മറ്റൊന്ന് കോൺസ്റ്റാബുലറി മേഖലയിൽ നിന്ന് എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ട്. അതിൽ കോൺസ്റ്റാബുലറി മേഖല നമ്മൾ നോക്കിയാൽ ഏകദേശം ഒരു 30 മാർക്കിന് മുകളിൽ കൂടുതൽ നേടിയിട്ടുള്ള ആളുകൾക്ക് മെയിൻ പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് തുടങ്ങാവുന്നതാണ്. കാരണം മറ്റൊന്നുമല്ല, ആ കോൺസ്റ്റാബുലറി മേഖലയിലെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് ഉണ്ടാവാൻ തരമില്ല. അപ്പോൾ കൂടുതൽ കടുത്ത മത്സരം ഉണ്ടാവുന്നത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഓപ്പൺ കാറ്റഗറിയിൽ എഴുതുന്ന ഒരു 40-45 മാർക്ക് സ്കോർ ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവിടെയാണ് ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ കൂടുന്നു ചോദിച്ചാൽ ഇവിടുത്തെ കൂടുതലിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, UPSC പോലെയുള്ള പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് നല്ല രീതിയിൽ പഠനം നടത്തുന്ന ആളുകൾ ഒരു മോക്ക് ടെസ്റ്റ് എഴുതാനെന്ന രീതിയിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഡിഗ്രി ലെവലിൻ്റെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് അവർ എഴുതും. കാര്യം LSDD പരീക്ഷയ്ക്ക് ഉള്ളതുകൊണ്ട് അവർ ഇവിടെയും വന്ന് എഴുതും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന മാർക്കിൻ്റെ അളവ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ ഒരു ക്വാളിഫയിങ് മാർക്ക് എന്ന് പറഞ്ഞൊരു 40-45 റേഞ്ചിലേക്ക് വരാം എന്ന് പറയുന്നതും, അതേപോലെ കോൺസ്റ്റാബുലറി കാറ്റഗറിക്ക് 30 മുകളിലുള്ളവർക്ക് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്, ആ കോൺസ്റ്റാബുലറി കാറ്റഗറിയിൽ നിന്ന് UPSCക്ക് തയ്യാറെടുക്കുന്ന അധികം ആളുകൾ ചിലപ്പോൾ ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു കോമ്പറ്റീഷൻ മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ ഒരു സേഫ് മാർക്ക് ഉള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങാവുന്നതാണ് സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിന് ഫാസിസ് അക്കാഡമി ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. അത് ഈ വരുന്ന ദിവസമാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇതൊരു എന്ത് വേണമെങ്കിൽ ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഏതാണ്, ബേസിക്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജിയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, 9846183166. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. എന്താണ് ഈ സൈക്കോളജിയുടെ പ്രാധാന്യം? ഒരു സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് എന്തുകൊണ്ടാണ് ഈ സൈക്കോളജി എന്ന് പറയുന്നത് 10 മാർക്കിൻ്റെ ഒരു വിഷയമാക്കി വെച്ചിരിക്കുന്നത്? 10 മാർക്ക്, അതായത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ എന്താണ്, ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ക്രിമിനലും സിവിലുമായിട്ടുള്ള ധാരാളം കേസുകൾ ഇവർക്ക് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. ഒരു വ്യക്തി, ആ വ്യക്തി എന്ന് പറയുന്നയാൾ എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്യുവാൻ ഇടയുള്ള വ്യക്തിയാണ്, അയാൾ ഒരു ക്രിമിനലാണോ അല്ലയോ, അയാളുടെ സ്വഭാവ രീതികൾ എങ്ങനെയാണ്, അയാളുടെ ചിന്താധാര എങ്ങനെയാണ്, അയാൾ ഒരു സമൂഹത്തിന് ദുരിതമായി മാറുന്ന വ്യക്തിയാണോ അപകടകാരിയായി മാറുന്ന വ്യക്തിയാണോ എന്നൊക്കെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. ഒരു വ്യക്തിയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അയാളുടെ പ്രവർത്തനങ്ങളിലൂടെയാണ്, അയാളുടെ സ്വഭാവത്തിലൂടെയാണ്, അയാളുടെ സംസാരത്തിലൂടെയാണ്, അയാൾ മറ്റുള്ളവരുമായിട്ട് സമൂഹത്തിൽ ഇടപെടുന്ന രീതിയിലൂടെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സമൂഹത്തിലെ ഇത്തരത്തിലുള്ള ആ കുറ്റവാളികളിൽ നിന്നും കുറ്റവാസനയുള്ള ആൾക്കാരിൽ നിന്നുമൊക്കെ സംരക്ഷിച്ച് നിർത്തുവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് 10 മാർക്ക് സൈക്കോളജി എന്നുള്ള മേഖലയിൽ നിന്നും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു മേഖല തന്നെയാണ് ഈ പറയുന്ന സൈക്കോളജി എന്ന് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനേട് തമ്മാനമാടുന്ന ഒരു മേഖലയാണ് ഈ പറയുന്ന ഹ്യൂമൻ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജിയെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യൻ്റെ സ്വഭാവം എങ്ങനെയാണ്, അവൻ പെരുമാറുന്നത് എങ്ങനെയാണ്, അവൻ്റെ പെരുമാറ്റ രീതിയുടെ അടിസ്ഥാനത്തിൽ അവൻ നമുക്ക് എങ്ങനെയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇത്തരത്തിൽ മനുഷ്യ മനസ്സിനെക്കുറിച്ചും മനുഷ്യൻ്റെ പെരുമാറ്റ രീതികളെക്കുറിച്ചുമൊക്കെ ഒരുപാട് ചിന്തകന്മാർ പല കാലഘട്ടങ്ങളിൽ എന്തിയിട്ടുണ്ട്, പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, ആഴത്തിലുള്ള ഗവേഷണങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ആഴത്തിലുള്ള ഗവേഷണങ്ങളൊക്കെ നടത്തിയ ആ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഹ്യൂമൻ സൈക്കോളജിയുടെ അടിസ്ഥാന കാര്യങ്ങളെല്ലാം കൂടി എന്ത് ചെയ്തു, ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് പല രീതിയിൽ എന്ത് ചെയ്തു, അതിനെ തരംതിരിക്കാനായിട്ടും ക്രോഡീകരിക്കുവാനായിട്ടും മുന്നിൽ വന്നൊരു വ്യക്തി എന്ന് പറയുന്നത് റോബർട്ട് എസ് വുഡ്സ്വർത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്.
റോബർട്ട് എസ് വുഡ്സ്വർത്ത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്ത് ചെയ്തത് ഈ ബേസിക്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജി എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്താണ് ഈ അപ്രോച്ചസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നതിനെ പല ശ്രേണിയിൽ നിന്നെടുത്ത് എന്ത് ചെയ്തത് ഒന്ന് ക്രോഡീകരിച്ചത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്രോഡീകരണം വളരെ ശരിയായിട്ട് തോന്നിയതിനാൽ മറ്റുള്ള സൈക്കോളജിസ്റ്റുകളും എന്ത് ചെയ്തു, അല്ലെങ്കിൽ മറ്റുള്ള മനഃശാസ്ത്രകാരന്മാരും എല്ലാം അതിനെ അംഗീകരിക്കുകയും അവരെന്ത് ചെയ്തു അതനുസരിച്ച് പഠനശാഖ വിപുലപ്പെടുത്തുന്നതിനുള്ള സംഭാവനകൾ നൽകുകയുമാണ് ഉണ്ടായത്. ഇപ്രകാരം നമ്മൾ നോക്കിയാൽ അപ്രോച്ചസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, ഒരു മനുഷ്യ മനസ്സിൻ്റെ പെരുമാറ്റ രീതികളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആ പെരുമാറ്റ രീതികൾ എപ്രകാരമായിരിക്കുമെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി പല പല പഠനശാഖകളുണ്ട്. അത്തരത്തിൽപ്പെട്ട പഠനശാഖകളിൽ ഒന്ന്, അല്ലെങ്കിൽ ഒരു രീതി, ചിന്താധാര എന്ന് നമ്മൾ പറയുന്നത്, ആ ചിന്താധാരയെ ഒന്നാമതായിട്ട് നമ്മൾ വിളിക്കുന്നത് സൈക്കോ അനലിറ്റിക് അപ്രോച്ച് എന്നാണ് വിളിക്കുന്നത്. സൈക്കോ അനലിറ്റിക് അപ്രോച്ച് എന്ന് വെച്ചാൽ മനോവിശ്ലേഷണ സമീപനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ മനോവിശ്ലേഷണ സമീപനം എന്ന് പറഞ്ഞ ഒരു രീതിയുണ്ട്. അതേപോലെ ബിഹേവിയറിസ്റ്റിക്, അതായത് മനുഷ്യ മനസ്സിൻ്റെ വ്യവഹാരങ്ങൾ എപ്രകാരമാണ്, അല്ലെ, ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്ന മറ്റൊരു രീതിയുണ്ട്. അതുപോലെ ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയും, അല്ലേ, മാനവികതാവാദം എന്ന് വിളിക്കുന്ന മറ്റൊരു സമീപനമുണ്ട്. അതിനു പുറമെ ഗസ്റ്റാൾട്ട് എന്ന് വിളിക്കുന്ന സമഗ്രതാവാദവുമുണ്ട്. ഇങ്ങനെ 4 തരത്തിലാണ് അപ്രോച്ചസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയറിനെ നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിക്കുന്നത്. ഏതൊക്കെയാണ്? സൈക്കോ അനലിറ്റിക് അപ്രോച്ച് എന്ന മനോവിശ്ലേഷണ സിദ്ധാന്തം അല്ലെങ്കിൽ മനോവിശ്ലേഷണ സമീപനം. പിന്നെ രണ്ടാമത് നോക്കിയാൽ ബിഹേവിയറിസ്റ്റിക് അഥവാ വ്യവഹാരവാദം, അല്ലെ. മൂന്നാമത് നോക്കിയാൽ ഹ്യൂമാനിസ്റ്റിക് അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റിക് എന്ന് പറയുന്ന മാനവികതാവാദം. അടുത്ത നോക്കിയാലോ ഗസ്റ്റാൾട്ട് എന്ന് പറയുന്ന സമഗ്രതാവാദം. ഇങ്ങനെയുള്ള 4 തരത്തിലുള്ള വാദങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ക്രോഡീകരിച്ച് വരുമ്പോൾ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ഇതിലെ ആദ്യത്തെ സൈക്കോ അനലിറ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞ ആ മേഖലയെക്കുറിച്ച് നോക്കാം, അല്ലേ. അപ്പോൾ സൈക്കോ അനലിറ്റിക് അപ്രോച്ച് എന്ന് വെച്ചാൽ മനോവിശ്ലേഷണം, മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ സസൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ്റെ പെരുമാറ്റ രീതികളെ മൊത്തത്തിൽ പഠിക്കുകയും ആ മനുഷ്യൻ എങ്ങനെയുള്ളയാളാണ് എന്ന് പ്രവചനം നടത്തുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സിദ്ധാന്തമായിട്ട് ഈ മനോവിശ്ലേഷണ സിദ്ധാന്തം അല്ലെങ്കിൽ സൈക്കോ അനലിറ്റിക് അപ്രോച്ചിനെ കൊണ്ടുവന്നയാൾ എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ ആഴത്തിൽ പഠനം നടത്തിയിട്ടുള്ള പ്രമുഖ മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ളത്. ഈ സിഗ്മണ്ട് ഫ്രോയിഡിനെ എല്ലാവർക്കും തന്നെ അറിയാം. കാര്യം എന്താണ്? സൈക്കോളജി എന്ന് പറയുന്ന വിഷയത്തിൽ അഗാധമായ അറിവ് നേടുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും വായിച്ചിരിക്കുന്ന സുപ്രധാനമായ പല പ്രബന്ധങ്ങളും തയ്യാറാക്കിയതാരാണ്? സിഗ്മണ്ട് ഫ്രോയിഡാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്കറിയാം. എന്തായിരിക്കാം? ദ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ്, സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്നു. നമ്മൾ ചില സ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, അല്ലേ, എന്താണ് എവിടെയോ കണ്ടുമറന്ന കാര്യങ്ങളൊക്കെ തോന്നും. അതല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നേരം നമുക്ക് തോന്നും, എടാ ഞാൻ ഇന്നാൾ കണ്ടൊരു സ്വപ്നത്തിൽ കണ്ട അതേ സ്ഥലമല്ലേ ഇത് എന്നൊക്കെയുള്ള തോന്നലൊക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട്. എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥലങ്ങൾ കാണാൻ നേരത്ത് ഇത് ഏതോ സ്വപ്നത്തിൽ മുൻപ് കണ്ട സ്ഥലം, അല്ലെ വ്യക്തികളെ കാണുമ്പോൾ അവരെ നമ്മൾ നേരത്തെ എവിടെയോ കണ്ടിരുന്നു എന്നൊക്കെയുള്ള തോന്നലുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതേപോലെ ഈ സ്വപ്നങ്ങളെയൊക്കെ വ്യാഖ്യാനിക്കുന്ന തരത്തിലേക്കുള്ള സ്വപ്ന വ്യാഖ്യാനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന, അതും മനസ്സിൻ്റെ ആ പെരുമാറ്റവും മനസ്സിൻ്റെ രീതിയുമെല്ലാം കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്ന ഒരു സമീപനത്തിനെയാണ് നമ്മൾ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ് എന്ന പുസ്തകത്തിലൂടെ ഈ സിഗ്മണ്ട് ഫ്രോയിഡ് അനാവരണം ചെയ്തിരിക്കുന്നത്. ഇതേപോലെ അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രസിദ്ധമായ ധാരാളം കൃതികളുണ്ട്. അത്തരത്തിൽപ്പെട്ടൊരു കൃതിയാണ് ഓൺ അഫാനിയ എന്ന് പറയുന്നൊരു കൃതിയുണ്ട്. ദ സൈക്കോളജി ഓഫ് എവറിഡേയ്സ് ലൈഫ്, അല്ലെ, നിത്യജീവിതത്തിലെ മനഃശാസ്ത്രം എന്ന് പറയുന്ന മറ്റൊരു കൃതിയുണ്ട്. ദ സൈക്കോളജി ഓഫ് എവറിഡേയ്സ് ലൈഫ് എന്ന് പറയുന്ന നിത്യജീവിതത്തിലെ മനഃശാസ്ത്രം എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. പിന്നെയോ ദ ഈഗോ ആൻഡ് ദ ഇദ്, അല്ലെ, ഈഗോ ആൻഡ് ദ ഇദ് എന്ന് പറയുന്നുണ്ട്, അല്ലെ. ഈഗോ ആൻഡ് ദ ഇദ് എന്ന് പറയുന്നതും ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു മനഃശാസ്ത്ര കൃതിയാണ്. പിന്നീട് നോക്കിയാലോ ബിയോണ്ട് ദ പ്ലഷർ പ്രിൻസിപ്പിൾസ് എന്നാണ് പറഞ്ഞത്. ബിയോണ്ട് ദ പ്ലഷർ പ്രിൻസിപ്പിൾസ്, അതായത് നമ്മുടെ ചില പ്ലഷർ പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ. പ്ലഷർ നമുക്കറിയാം, നമുക്ക് സന്തോഷം തരുന്ന, ഒരുതരം ഉന്മാദം തരുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ തത്വങ്ങൾക്കും അപ്പുറം എന്ന് പറയുന്നൊരു കൃതിയാണ് ബിയോണ്ട് ദ പ്ലഷർ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കിയാൽ ഈ പറയുന്ന സൈക്കോ അനലിറ്റിക് അപ്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയണം, അല്ലെ. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് സൈക്കോ അനലിറ്റിക് അപ്രോച്ച്. അപ്പോൾ സൈക്കോ അനലിറ്റിക് അപ്രോച്ചിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം, അല്ലെ. എന്തായിരിക്കാം? ഒന്ന്, ഇത് എങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നാണ് പഠനം നടത്തുന്നത്? ഇത് ഇറങ്ങിച്ചെന്ന് പഠനം നടത്തുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്കാണ്, അല്ലെ. മനസ്സിനെ സിഗ്മണ്ട് ഫ്രോയിഡ് പ്രധാനമായിട്ടും 3ആയിട്ടാണ് തരംതിരിച്ച് വെച്ചിരിക്കുന്നത്, നമുക്കറിയാം, അല്ലെ. മനസ്സിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠനം നടത്തിയിട്ട് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ പറ്റി സമ്പൂർണ്ണമായി അപഗ്രഥനം നടത്തുന്ന രീതിയാണ് ഇതിലുള്ളത്. അപ്പം അബോധ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്നാണ് പഠനം നടത്തുന്നത്, അല്ലെ.
ചില മനുഷ്യന്മാർ നമ്മൾ നോക്കുമ്പോഴതായിരിക്കാം അവർ തരത്തിലുള്ള വിഭ്രാന്തിയിൽ ഏർപ്പെട്ട് അല്ലെങ്കിൽ ഒരു വിഭ്രമാത്മകമായ ഒരു അവസ്ഥയിലുള്ള ആൾക്കാർ നമ്മൾ കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ മനോവിഭ്രാന്തികൾ ഉള്ള ആളുകളിൽ നിന്നും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം നടത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ പഠനം നടത്താനായിട്ട് സാധിക്കും. ഇത് സൈക്കോ അനലറ്റിക് അപ്രോച്ച്. മനുഷ്യ മനസ്സിനെ പഠിക്കുക ആണ് ഇതുകൊണ്ട് പ്രധാനമായിട്ടും അർത്ഥമാക്കുന്നത്. പിന്നെയും ബാല്യകാലത്തെയും കൗമാരകാലത്തെയും ഒക്കെ അനുഭവങ്ങളും അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വ്യക്തി വളർന്ന് വലുതായി കഴിയുമ്പോൾ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളറയിൽ നിന്ന് പുറത്തു ചാടുകയും അതിനെ തുടർന്ന് പ്രതികാര വാഞ്ച ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരികയും ചെയ്യും. അല്ല, നമ്മളിപ്പം പല സിനിമകളുമൊക്കെ എടുത്ത് പഠിക്കാൻ ഈ സൈക്കോളായിട്ടുള്ള ആൾക്കാരല്ലേ, ചില ആൾക്കാരെ നമ്മൾ കളിയാക്കി വിളിക്കണം, അവനൊരു സൈക്കോയാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്താണ്? അവൻ്റെ മനോനിലയെയാണ് നമ്മൾ അത് വിളിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ മനോനിലയെപ്പറ്റി അപഗ്രഥിച്ച് പഠനം നടത്തി ഇത്തരത്തിലുള്ള കുറ്റങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളെ തെളിയിക്കുവാനായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് സൈക്കോ അനലറ്റിക് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ സൈക്കോ അനലറ്റിക് അപ്രോച്ച് എന്നുണ്ട് പ്രധാനമായിട്ടും 3 ഡിവിഷനുകളാണുള്ളത്. അപ്പോൾ സൈക്കോ അനലറ്റിക് അപ്രോച്ചിന് എത്ര ഡിവിഷനുകളുണ്ട് എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും 3 ഡിവിഷനുകളാണ് ഇവിടെയുള്ളത്, അല്ലേ? അതിൽ ഒന്നാമത്തേതാണ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് എന്ന് പറയും. നമ്മുടെ വ്യക്തിത്വം, അല്ലെ, പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ പേഴ്സണാലിറ്റിയുടെ മനസ്സിൻ്റെ തലങ്ങളെ പറ്റിയാണ്, പ്രധാനമായിട്ടും മനസ്സിൻ്റെ 3 തലങ്ങളെ പറ്റിയുള്ള പഠനമാണ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതുണ്ട്, അതെന്താണ്? തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ ആണ്, അല്ലേ? തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ എന്ന് വെച്ചാൽ വ്യക്തിത്വ ഘടനയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വ്യക്തിത്വ ഘടന അഥവാ ദ തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ എന്ന് പറയുന്നത് വ്യക്തിത്വ ഘടനയുണ്ട്. ഇനി അടുത്തത് ഏതാണ്? തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ മനോലൈംഗിക വികാസ സങ്കല്പങ്ങളെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ആദ്യത്തെ പോയിന്റ് ഏതാണ്? തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് ആണ്, അല്ലെ? തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് എന്ന് പറയുന്ന ആദ്യത്തെ പോയിന്റിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് എന്തായിരിക്കും? അവിടെ നമ്മുടെ മനസ്സിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് പ്രകാരം നമ്മുടെ മനസ്സിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് ബോധമണ്ഡലം എന്ന് പറയുന്ന ബോധമനസ്സ്, രണ്ടാമത്തേത് അല്ലെങ്കിൽ മൂന്നാമത്തെ നമുക്ക് എന്താ? രണ്ടാമത്തേത് അബോധ മനസ്സ് എന്ന് പറയുന്ന അബോധമണ്ഡലം, അല്ലെ? ബോധമനസ്സും അബോധ മനസ്സും. ഏറ്റവും മുകളിലുള്ളത് ബോധമനസ്സ്, അല്ലെ? ഏറ്റവും മുകളിലുള്ളത് ബോധമനസ്സാണ്. ഇത് ബോധമനസ്സാണ്, ഇത് ബോധമനസ്സ്. ഏറ്റവും താഴെയുള്ള എന്താണ്? അബോധ മനസ്സാണ്. ഈ അബോധ മനസ്സിൻ്റെയും ബോധമനസ്സിൻ്റെയും ഇടയിലുള്ള ഒരു തലമുണ്ട്, അതാണ് ഉപബോധ മനസ്സെന്ന് പറയുന്നു. അതായത് ഉണർന്നിരിക്കുന്ന അവസ്ഥ, ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥ, പാതിമയക്കത്തിലുള്ള അവസ്ഥ എന്ന് നമ്മൾ പറയുന്നില്ലേ, അത്. അതായത് നമ്മൾ ഉണർന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റുപാട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും, അല്ലേ? ബോധം കെട്ടുറങ്ങുന്ന അല്ലെങ്കിൽ എന്തായിരിക്കാം അത്രയേറെ തീവ്രമായ അഗാധമായ ഉറക്കത്തിലായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ചുറ്റുപാട് നടക്കുന്ന ഒന്നിനെക്കുറിച്ചും അറിയുന്നില്ല. നമ്മൾ എന്താണ്, ഒരു ശവം എന്ന അവസ്ഥയിൽ എങ്ങനെ കിടന്നങ്ങോട്ട് ഇറങ്ങിക്കളയും. എന്നാൽ ഈ ഉറക്കം എന്ന് പറയുന്ന അത്രയ്ക്ക് ഗാഠമല്ലാത്തൊരവസ്ഥയുണ്ട്, അല്ലേ? നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്, എന്നാൽ നമ്മൾ കണ്ണൊട്ട് തുറക്കുന്നില്ല, ഉറക്കത്തിലാണ് താനും. അപ്പോൾ ഉറക്കത്തിലുള്ള അവസ്ഥയിലുള്ള ഒരു വ്യക്തിക്ക് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്ന അവസ്ഥയും നമുക്കറിയാം. ഉറങ്ങിക്കിടക്കുന്ന ആൾക്ക് ചുറ്റുപാടുമുള്ള ഒരു കാര്യവും അറിയാൻ പാടില്ലാത്ത അവസ്ഥയെ നമുക്കറിയാം. ഉണർന്നിരിക്കുന്ന ഒരാൾക്ക് ചുറ്റുപാട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്ന അവസ്ഥയെ നമുക്കറിയാം. ഈ സെയിം സാധനം തന്നെയാണ് മനസ്സിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതായത് ഉണർന്നിരിക്കുന്ന അവസ്ഥ അതാണ് ബോധമനസ്സ്, ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥ അതാണ് അബോധ മനസ്സ്, ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും ഇടയിലുള്ളൊരു അവസ്ഥ അതാണ് ഉപബോധ മനസ്സ് എന്ന് പൊതുവെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതായത് നമ്മുടെ നിത്യജീവിതത്തിലെ അവസ്ഥ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർമ്മയുണ്ട്. നാളെ എന്ത് ചെയ്യണം, മറ്റന്നാൾ എന്ത് ചെയ്യണം, അടുത്ത ദിവസം എന്ത് ചെയ്യണം, ഇന്നലെ സംഭവിച്ചതെന്ത്, മിനിഞ്ഞാന്ന് സംഭവിച്ചതെന്ത്, ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ട്, പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. ഇതാണ് ഏതെന്നാണ് ബോധ മനസ്സ് എന്ന് പറയുന്നത് നിത്യജീവിതം. ഇനിയും അബോധ മനസ്സിലൊന്നുണ്ട്, ഒരു കാര്യവും നമുക്ക് ഓർമ്മയില്ല, അല്ലേ? നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ തലം അതാണെന്നാണ് പറയുന്നത്. പല ശാസ്ത്രകാരന്മാരും പറയുന്നതാണ് അബോധ മനസ്സിനെ അറിയുക, അബോധ മനസ്സിൻ്റെ അഭൗമമായ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾക്കുള്ള കഴിവുകൾ എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളാണ് ചാമ്പ്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മോട്ടിവേഷനൊക്കെ നടന്ന ആൾക്കാർ പറയുന്ന കാര്യം ഇതാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു ജന്മസിദ്ധമായ ഒരുപാട് വാസനകളുണ്ട്. അത്തരത്തിലുള്ള വാസനകളൊക്കെ ഉറങ്ങിക്കിടക്കുന്നത് ഈ അബോധ തലത്തിലാണ്. ആ അബോധ തലത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ബോധതലത്തിലേക്ക് കൊണ്ടുവരണം. ചിലപ്പോൾ നമ്മളിങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നം കാണും. ആ സ്വപ്നം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഓർമ്മയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ സ്വപ്നം എന്ന് പറയുന്നത് അബോധതലത്തിൽ നിന്നും പതുക്കെ ഉപബോധ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഉപബോധ മനസ്സെന്ന് പറയുന്നതാണ് അർദ്ധമയക്കത്തിലേക്ക്. അതാണ് സ്വപ്നത്തിന് നമുക്കൊരു വാലും തുമ്പും കിട്ടുന്നില്ല, എന്തൊക്കെയോ ചില ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അതാണ് ഈ ഉപബോധ മനസ്സിൽ സംഭവിക്കുന്നത്. അപ്പോൾ അബോധ മനസ്സിലുള്ള സ്വപ്നം നമ്മുടെ ഉപബോധ മനസ്സിലൂടെ കടന്ന് ബോധതലത്തിലേക്ക് വരുന്ന രീതിയിൽ തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ അഭൗമമായ ശക്തികൾ നമുക്ക് പുറത്തെടുക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുന്നതാണെന്ന് പറയുന്നത്. ഇതിനെ ഒരു മഞ്ഞുമലയോടാണ് ഉപമിച്ചിരിക്കുന്നത്. മഞ്ഞുമലയുടെ പ്രത്യേകത നമുക്കറിയാം എന്താണ്?
മഞ്ഞുമലയുടെ പ്രത്യേകത, അതായത് ഇപ്പോൾ സമുദ്രനിരപ്പാണെന്നുണ്ടെങ്കിൽ മഞ്ഞുമലയുടെ വളരെ കുറച്ച് ഭാഗം മാത്രമേ എന്ത് കാണുകയുള്ളൂ, സമുദ്രത്തിന് വെളിയിൽ കാണുകയുള്ളൂ അല്ലേ. വളരെ വലിയ ഭാഗം എന്ന് പറയുന്നത് എവിടെയായിരിക്കും, സമുദ്രത്തിൻ്റെ അടിയിലായിരിക്കും. 10 ഭാഗം മുകളിലും 9 ഭാഗം ജലത്തിന് കീഴെയുമായിട്ടായിരിക്കും മഞ്ഞുമലയുള്ളത്. അതുപോലെ തന്നെയാണ് ഒരു മഞ്ഞുമലയോടാണ് സിഗ്മണ്ട് ഫ്രോയിഡ് മനുഷ്യ മനസ്സിന് ഉപമിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. കാര്യം എന്താ, ബോധമനസ്സ് വളരെ ചെറുതാണ്. ആ ബോധമനസ്സിൻ്റെ പവർ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആ 9 ഇരട്ടി വരുന്ന അബോധ മനസ്സിൻ്റെ പവർ എത്രത്തോളം ഉണ്ട് എന്നാണ് ഫ്രോയിഡ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇവിടെ കിടക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, നമ്മുടെ ജന്മസിദ്ധമായ വാസനകൾ, കഴിവുകൾ. നമുക്ക് പാട്ട് പാടാൻ കഴിവുണ്ടോ, അത് നമ്മുടെ ജന്മസിദ്ധമായ വാസനയാണെങ്കിൽ അത് നമ്മൾ കണ്ടെത്തിയാൽ നമ്മൾ ആരായി, യേശുദാസിനെ വെല്ലുന്ന പാട്ടുകാരനായിട്ട് നമുക്ക് മാറാൻ സാധിക്കും അല്ലേ. അപ്പോൾ ജന്മസിദ്ധമായിട്ടുള്ള വാസനകൾ ഇവിടെയുണ്ട്, ആഗ്രഹങ്ങൾ, ഓർമ്മകൾ, വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ ഇവിടെയുണ്ട്. ഈ സ്വപ്നങ്ങളൊക്കെ അപഗ്രഥനം നടത്തുന്നത് ഈ അബോധ മനസ്സിൽ നിന്നും വരുന്ന ആ തരംഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അല്ലേ. പിന്നെയോ പലപ്പോഴും ഈ അബോധ മനസ്സിൽ ഉള്ള കാര്യം, നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പലപ്പോഴും പറഞ്ഞു പോകും അല്ലേ. ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മൾ പറയുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ കീഴത്തട്ടിലുള്ള കാര്യമാണത്. അത് നമുക്കറിയില്ല, പക്ഷേ ചില സന്ദർഭങ്ങളിൽ അത്തരത്തിലുള്ള വാക്കുകളൊക്കെ നമ്മുടെ ഉള്ളിലൂടെ വെളിയിലേക്ക് ചാടും. അപ്പോഴാണ് ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകും അല്ലേ. ചില പ്രവർത്തനങ്ങൾ അല്ലേ, വളരെ ശാന്ത സ്വഭാവിയായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു കൊടും ക്രൂരകൃത്യം ചെയ്തു എന്നുണ്ടെങ്കിൽ ആ ചില സാഹചര്യങ്ങളിൽ ആണ് അദ്ദേഹത്തെ ആ മനസ്സിൻ്റെ നിലയാണ്, അതായത് അദ്ദേഹത്തിൻ്റെ ബോധമണ്ഡലത്തിലില്ലാത്ത, ഉപബോധ മനസ്സിലും ഇല്ലാത്ത ചില ക്രൂരകൃത്യങ്ങളും വാസനകളും അബോധതലത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അത് ഈ ഉപബോധ മനസ്സിനെ ഭേദിച്ച് പുറത്തെത്തുകയും ബോധതലത്തിലെത്തിയിട്ട് അദ്ദേഹത്തെ ഒന്ന് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള നിഗമനങ്ങളാണ് ഇവിടെ ഈ സൈക്കോ അനലിറ്റിക് അപ്രോച്ചിൻ്റെ ഭാഗമായിട്ടുള്ള തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സിലൂടെ സിഗ്മണ്ട് ഫ്രോയിഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിയത് സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ 10 മാർക്ക് ലഭിക്കുന്ന സൈക്കോളജി എന്നുള്ള മേഖലയുണ്ട് അല്ലെ. ഹ്യൂമൻ സൈക്കോളജി എന്ന് പറഞ്ഞൊരു മേഖലയുണ്ട്, അതായത് ദ ബേസിക്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജി ഉണ്ട്. അതിൽ തന്നെയുള്ള അപ്രോച്ചസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയറിലെ സൈക്കോ അനലറ്റിക് അപ്രോച്ച് എന്ന മനോവിശ്ലേഷണ സിദ്ധാന്തം സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള അല്ലേ. അതിലെ കുറച്ച് ശാസ്ത്രകാരന്മാരുടെ പേര് പറയുന്നുണ്ട്. അതായത് കാൾ യങ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അതായത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ആ ഒരു പാതയിൽ വന്ന ശാസ്ത്രജ്ഞന്മാരാണ് കാൾ യങ് ഉണ്ട്, ആൽഫ്രഡ് അഡ്ലർ ഉണ്ട്, വില്യം റീച്ചും ഉണ്ട്. അപ്പോൾ വില്യം റീച്ചും ആൽഫ്രഡ് അഡ്ലറും കാൾ യങ്ങും ഒക്കെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ പാത പിന്തുടർന്നു വന്ന ആൾക്കാരാണ്. ഇതിൽ തന്നെ ഒരു മനുഷ്യനെ നമ്മൾ പറയാറ് അന്തർമുഖനും ബഹിർമുഖനും എന്നൊക്കെ തരംതിരിക്കുന്നില്ലേ, എക്സ്ട്രോവർട്ട് എന്നും ഇൻട്രോവർട്ട് എന്നൊക്കെ പറയുന്നില്ലേ. അത്തരത്തിലുള്ള എക്സ്ട്രോവർട്ടുകളെയും ഇൻട്രോവർട്ടുകളെയും ഒക്കെ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിലൂടെ പഠനം നടത്തി തരംതിരിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആ വ്യക്തിയുടെ പേരാണ് കാൾ യങ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് സൈക്കോളജി എന്നുള്ള മേഖലയിലെ കുറച്ച് കാര്യങ്ങളാണ്. നമ്മളുടെ SI പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മേഖലയിൽ ഒരെണ്ണമാണ് ഇത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നമ്മൾ ബസിസ് അക്കാഡമിയുടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ അന്വേഷണം നടത്തുവാനായിട്ട് സാധിക്കുന്നതാണ്. ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ്. ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മാസമേ ഉള്ളൂ. ഇപ്പോൾ 2 മാസത്തെ സമയം കൊണ്ട് നമുക്ക് 50 മാർക്കിൻ്റെ ടോപ്പിക്ക് പഠിച്ച് മാറ്റുക. അതിൽ തന്നെ എത്ര ശതമാനം മാർക്ക്, നമുക്ക് ഒരു 80% മാർക്കെങ്കിലും സ്കോർ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ വരിക. ഇതാണ് നമ്മുടെ ഒരു ടാർഗറ്റ്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്.